തസ്മിത്തിനായുള്ള തെരച്ചിൽ വളരെ വ്യാപകമായി പുരോഗമിക്കുകയാണ്. നിലവിൽ കന്യാകുമാരിയിലേക്ക് കുട്ടി കടക്കാനുള്ളൊരു സാധ്യത, അതിന് നിർണായകമായ CCTV ദൃശ്യങ്ങൾ സഹായകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടക്കും. സമാനമായി അസമിലേക്ക് കടക്കാനുള്ളൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഐലൻഡ് എക്സ്പ്രസ് വന്നതിന് ശേഷം അവിടുന്ന് പുറപ്പെട്ട വിവേക് എക്സ്പ്രസ്സും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തും. സുലേഖയുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുക. അതോടൊപ്പം തന്നെ സമാനമായ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവേക് എക്സ്പ്രസ്സിലും കുട്ടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തുന്നതിനായി പോലീസ് ആ തരത്തിലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ അന്വേഷണ പുരോഗതി എന്താണ്? ഈ അവസരത്തിൽ ഏറ്റവും സുപ്രധാനമായി നമ്മളോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കുട്ടിയെ കാണാത്തതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം ട്രെയിനിൽ കയറി ഇറങ്ങിയുള്ള ഒരു പരിശോധനയാണ് പോലീസും RPF നടത്തുന്നത്. ഇന്ന് ഉച്ച മുതലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് 12:30 ഈ കന്യാകുമാരിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ട്രെയിനിലെ ഇന്ന് ഉച്ചയ്ക്ക് 12:30 അത് തമ്പാനൂരിലേക്ക് എത്തുന്ന ആ സമയത്ത് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പരിശോധന നടത്തിയ സാഹചര്യം എന്ന് പറയുന്നത് ഈ കുട്ടി ഇന്നലെ ഈ കന്യാകുമാരിയിലേക്ക് പോയി എന്ന് പറയുന്ന ട്രെയിനാണ് ഈ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്. ആ എക്സ്പ്രസിൽ കുട്ടി ഏതെങ്കിലും തരത്തിൽ ക്ഷീണിച്ച് ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ സ്ഥലം അറിയാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പരിഭ്രമം കൊണ്ട് പുറത്തിറങ്ങാത്തൊരു സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഇത്തരത്തിൽ പോലീസ് ഈ ഐലൻഡ് എക്സ്പ്രസിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ പരിശോധനയിൽ ഒന്നും തന്നെ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നീട് ഈ ട്രെയിനുകളിലെ പരിശോധന അത് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനൊപ്പം തന്നെ തമിഴ്നാട് ഭാഗത്തേക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്താൻ പോലീസും RPF-ഉം സംയുക്തമായി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മാർത്താണ്ഡം, കുഴിത്തുറൈ, അതിനൊപ്പം തന്നെ ഏരിയൽ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള ഒരു പരിശോധന പോലീസ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ട്രെയിനുകളിൽ കയറി ഇറങ്ങിയുള്ള ഒരു പരിശോധന നടത്താൻ പോലീസ് തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ട്രെയിനുകളിലെ എല്ലാ ബോഗികളും പരിശോധിച്ച് കൃത്യമായ രീതിയിൽ ബോഗികൾ കയറി ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഗുണപരമായ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ കുറെ കൂടി സമയം ഹാൾട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് പരിശോധനയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഉള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് 5:30 കന്യാകുമാരിയിൽ നിന്നും പുനലൂരിലേക്കുള്ള കന്യാകുമാരി പുനലൂർ എക്സ്പ്രസ് 5:30 തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് ഈ എക്സ്പ്രസ് ട്രെയിനിലും ഇത്തരത്തിലുള്ള ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. RPF-ന്റെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരത്തിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ കുഴിത്തുറൈ, മാർത്താണ്ഡം, അതിനൊപ്പം എരണിയാൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും തമിഴ്നാട് പോലീസിന്റെ സഹായം കൂടി ഈ പരിശോധനയിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെ രാവിലെ 10 മണിക്ക് കാണാതായ കുട്ടി കന്യാകുമാരിയിലേക്ക് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിൽ കയറി യാത്ര ചെയ്യുന്നു. അതിനുശേഷം വൈകിട്ടാണ് നാഗർകോവിലിൽ വെള്ളം എടുക്കാൻ കുട്ടി ഇറങ്ങുന്ന ഒരു സാഹചര്യം. അത് തന്നെയാണ്. വളരെ നിർണായകമായ രീതിയിലുള്ള CCTV ദൃശ്യങ്ങളാണ് നാഗർകോവിലിൽ നിന്നും ലഭിച്ചത്. അത് ഈ തെരച്ചിലിൽ വളരെയധികം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലിനായി പോലീസ് അത്തരം തെരച്ചിലിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ കുട്ടി അസമിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ, ട്രെയിൻ മുഖാന്തരം തന്നെ സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത അതുകൂടി പോലീസ് ഈ അവസരത്തിൽ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ സമഗ്രമായ രീതിയിൽ തെരച്ചിൽ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള തെരച്ചിലാണ് പോലീസ് ഇപ്പം നടത്തുന്നത്. അതിന് കേരള പോലീസിനോടൊപ്പം തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും അതോടൊപ്പം തമിഴ്നാട് പോലീസും സംയുക്തമായ രീതിയിൽ ഈ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങളാണ് സുലേഖ ശശികുമാർ നൽകിയത്.